എന്താ നിന്റെ ഉദ്ദേശം എനിക്ക് മനസ്സിലാവുന്നില്ല. പറ, എന്താ? എന്നെ ഉപദ്രവിക്കാതിരിക്കാൻ നിനക്ക് എന്താ വേണ്ടത്? എന്റെ കൺമുന്നിൽ നിന്ന് ഈ നിമിഷം നിങ്ങൾ ഇറങ്ങി പോയില്ലെങ്കിൽ മകളാണ്, മകളുടെ കെട്ടിയവനാണെന്ന് ഞാൻ നോക്കില്ല. നീ ഇവളുടെ കഴുത്തിൽ താലി കെട്ടിയത് മുതൽ എന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ ചീത്തപ്പേര് മാത്രമേ ഞാൻ കേട്ടിട്ടുള്ളൂ. ഞാൻ കാണിച്ചത് എന്ത് ബുദ്ധിമോശ. ആരുടെ പേരിൽ ആ മുത്തശ്ശനും അമ്മൂമ്മയും കംപ്ലൈന്റ് കൊടുക്കാൻ പോകുന്നതെന്ന് പോലും ചോദിക്കാതെ ഞാൻ ധൃതി വെച്ച് പോലീസിനെ വിളിച്ചു വരുത്തി കംപ്ലൈന്റിൽ ഒപ്പുവെച്ചു. ഞാൻ കാരണം എന്റെ അച്ഛന്റെ അഭിമാനവും വരാൻ പോകുന്ന ഇലക്ഷനും ഒക്കെ ഞാൻ കാരണം. ദൈവമേ, എത്രയും പെട്ടെന്ന് ഈ പ്രശ്നത്തിനൊരു പരിഹാരം കണ്ടെത്താൻ രാജുവിന് സാധിക്കണേ. മാഡം. രാജു, ആ കർഷകരെവിടെയാണെന്ന് കണ്ടുപിടിക്കാനായില്ലല്ലേ രാജു? ഇല്ല മാഡം, അവരുടെ കൃഷി സ്ഥലത്തും വീടിനടുത്തുള്ളവരോടും പരിചയമുള്ളവരോടും ഒക്കെ അന്വേഷിച്ചു. അവര് പേടിച്ചിട്ടാണെന്ന് തോന്നുന്നു എവിടേക്ക് മാറി നിൽക്കുക. അവരെവിടെയാണെന്ന് അറിയാതെ ഇനി ഒരടി മുന്നോട്ട് വയ്ക്കാൻ പറ്റില്ല. വർമ്മ സാർ അവരുടെ കൃഷിസ്ഥലം അവർക്ക് ഇഷ്ടദാനം നൽകിയെന്നുള്ള കാര്യം സത്യം. പക്ഷേ ഈ ഭൂമാഫിയൻ ലോബിയും പ്രശ്നങ്ങളൊക്കെ ഏതോ വലിയ കൈകള് ഇതിന്റെയൊക്കെ പിന്നിലുണ്ട്. രാജു, അമ്മായി ദീപക്കും എങ്ങനെ ആവോ? ഞാനും ആദ്യം ചിന്തിച്ചത് ആ വഴിക്ക. പക്ഷേ ഇതിന്റെ പിന്നില് മറ്റാരൊക്കെയാണ് മാഡം. എന്റെ പരിചയങ്ങളെല്ലാം ഉപയോഗിച്ച് ഞാൻ അന്വേഷിക്കുന്നുണ്ട്. വർമ്മ സാറിനെ കള്ളക്കേസിൽ കുടിക്കവരാരായാലും നമുക്ക് പിടിതരാതെ ഇരുട്ടിൽ മറഞ്ഞിരിക്കുന്നവരെ ഞാൻ വെളിച്ചത്ത് കൊണ്ടുവരും. അല്ല, ഋതിക മാഡം എങ്ങനെ കൃത്യസമയത്ത് അവിടെ എത്തി ആ പ്രശ്നത്തിൽ ഇൻവോൾവ് ആയതെന്നാ എനിക്ക് മനസ്സിലാവാത്തത്. ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും സാധനങ്ങൾ വാങ്ങിയിട്ട് വരുന്ന വഴിയായിരുന്നു. ഞങ്ങളെ ആരും ഫോഴ്സ്ഫുള്ളി അവിടേക്ക് കൂട്ടിക്കൊണ്ട് പോയതല്ല രാജു. പാർട്ടി ഇനി ഇക്കാര്യത്തില് എന്ത് തീരുമാനം എടുക്കുന്നത് അടുത്ത പ്രശ്നം. വലിയ തീരുമാനങ്ങൾ ഉണ്ടാവുന്നതിന് മുമ്പ് നമുക്ക് വേണ്ടത് ചെയ്യണം. സ്ഥാനാർത്ഥിയായി വർമ്മ സാറിനെ അല്ലാതെ മറ്റൊരാളെ സങ്കല്പിക്കാൻ CM-നോ സുകുമാരൻ സാറിനോ നമ്മുടെ പാർട്ടിക്കോ സാധിക്കില്ല. നിങ്ങളോട് ഞാൻ പറഞ്ഞില്ലേ, എന്റെ പേര് പറഞ്ഞ ആത്മഹത്യയുടെ വക്കീലെത്തി എന്ന് പറയുന്ന ആ കർഷകരെ ഞാൻ തിരയാത്ത സ്ഥലം ബാക്കിയില്ല. ഞാൻ ഈ നാട് ഭരിക്കാൻ എന്റെ തലയിൽ തലയെഴുത്തില്ലെങ്കിൽ അതെന്റെ വിധിയെന്ന് കരുതി സമാധാനിക്കല്ലാതെ പിന്നെ ഞാൻ എന്താ ചെയ്യുക? എല്ലാം കെട്ടണഞ്ഞതിന് ശേഷം ഞാൻ തെറ്റുകാരനല്ലാന്ന് തെളിയും. അതെനിക്ക് ഉറപ്പാണ്. ഈ സാഹചര്യത്തിൽ അല്ലാതെ ഞാൻ എന്ത് ചെയ്യാനാ? വർമ്മ സാറ് പറയുന്നത് ശരിയാ, എന്റെ ഒരു അഭിപ്രായം. അല്ലെങ്കിൽ വർമ്മ സാറിനോട് തുറന്നു പറയാൻ എല്ലാവർക്കും ആഗ്രഹമുള്ളൊരു കാര്യം ഞാൻ അങ്ങോട്ട് പറയാം. ഈ ഇലക്ഷന് നമ്മുടെ പാർട്ടി എന്നൊരു സ്ഥാനാർത്ഥി ഈ മണ്ഡലത്തിൽ മത്സരിക്കുന്നുണ്ടെങ്കിൽ അതൊന്നുകിൽ വർമ്മ സാറാ, അല്ലെങ്കിൽ വർമ്മ സാറിന്റെ കുടുംബത്തിൽ നിന്ന് ഒരാൾ. അല്ല, അത് ശരിയാണോ? നമ്മുടെ പാർട്ടിയിൽ കഴിവും എക്സ്പീരിയൻസ് ഉള്ള എത്ര പേരുണ്ട്? അവരെയൊക്കെ നിർത്തിക്കൊണ്ട് എന്റെ കുടുംബത്തിൽ നിന്ന് ഒരാളെ എനിക്ക് പകരം തെരഞ്ഞെടുക്കുന്നത് ശരിയാണോ? വർമ്മ സാറേ, ഞാൻ പറഞ്ഞത് നമ്മുടെ പാർട്ടിയിലെ നേതാക്കന്മാരുടെ മാത്രം തീരുമാനമല്ല. വർമ്മ സാർ ഇല്ലെങ്കിൽ ആ സ്ഥാനത്ത് വർമ്മ സാറിന്റെ കുടുംബത്തിൽ നിന്ന് മറ്റൊരാൾ. ശത്രുക്കൾ വർമ്മ സാറിനെതിരെ ആരോപിച്ച കെട്ടുകഥകളാണിതൊക്കെയെന്ന് പാർട്ടിക്കറിയാം. പാർട്ടി പ്രവർത്തകർക്കും അറിയാം. വർമ്മ സാറിനെ വിശ്വസിക്കുന്ന വോട്ടർമാർക്കും അറിയാം. ഞങ്ങളെ നിരാശരാക്കരുത്, അപേക്ഷയാണ്.
എങ്കി അങ്ങനെ ആവട്ടെ. വളരെ സന്തോഷം വർമ്മ സാറേ. സത്യം പറഞ്ഞ ഇപ്പോഴാ ശ്വാസം നേരെ വീണത്. ഇനി ആരെയാണ് സ്ഥാനാർത്ഥിയായി വർമ്മ സാർ സജസ്റ്റ് ചെയ്യാൻ പോകുന്നെന്ന് കൂടി അറിഞ്ഞ. ചേട്ടാ, ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞോട്ടെ. പറയൂ ശേഖര. നമുക്ക് ഋതുമോളെ ഈ ഇലക്ഷന് സ്ഥാനാർത്ഥിയെ നിർത്തിയാലോ? നീ എന്താ ശേഖര ഈ പറയുന്നേ? ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായിരിക്കുന്നത് തന്നെ അവള് കാരണോ? നിന്റെ തലക്കെന്താ സ്ഥിരത നഷ്ടപ്പെട്ടോ? ഒരു കാര്യം ചെയ്യാം, എനിക്ക് പകരം ചേച്ചി മത്സരിക്കട്ടെ. വേണ്ട പ്രതാപ, നിനക്കറിയാവുന്നതല്ലേ എനിക്ക് ഈ സ്ഥാനമാനങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നത് അത്ര താല്പര്യമില്ലാത്ത കാര്യമാണ്. ഞാനൊരു അഭിപ്രായം പറയാം. നിനക്ക് സമ്മതമാണെങ്കിൽ ഇത്തവണ ഇലക്ഷന് നിനക്ക് പകരം നിന്റെ അനന്തരവൻ ദീപക് മത്സരിക്കട്ടെ. അവനാവുമ്പോഴേ നീ പറയുന്നതനുസരിച്ച് നിന്റെ കീഴിൽ നിൽക്കും. നിനക്ക് ദീപകിനെ പൂർണ്ണമായി വിശ്വസിക്കാം. അവൻ നിന്നെ ചതിക്കില്ല, എന്നും നിന്റെ കൂടെ ഉണ്ടാവും. കൂടുതൽ ആലോചിക്കേണ്ടതുണ്ട് വർമ്മ സാറേ. അംബിക മേഡം പറഞ്ഞാണ് ഏറ്റവും നല്ല അഭിപ്രായം. ദീപക് സാർ മത്സരിക്കട്ടെ. വർമ്മ സാറ് പറയാറുള്ളത് പോലെ യുവാക്കൾ കടന്നു വരട്ടെ. നീ എന്ത് പറയും ദീപക്? ഒക്കെ അമ്മാവൻ പറയുന്നത് പോലെ. അമ്മാവൻ പറഞ്ഞാൽ എന്ത് ചെയ്യാനും ഞാൻ തയ്യാറാ. രാഷ്ട്രീയം എനിക്കത്ര വശമുള്ള മേഖലയല്ല. പക്ഷേ നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ എന്തിനേയും നേരിടാനുള്ള ചങ്കൂറ്റം എനിക്കുണ്ട്. മതി, ഇത് മതി. ബാക്കി ഞങ്ങൾ നോക്കിക്കോളാം. വർമ്മ സാർ എന്ത് പറയുന്നു? നിങ്ങൾക്ക് സമ്മതമാണെങ്കിൽ എനിക്കെതിരെ അഭിപ്രായമില്ല. ആ ഒരൊറ്റ വാക്ക് കേട്ടാ മതി. ഈ ഇലക്ഷന് വർമ്മ സാറിന്റെ അനന്തരവും മത്സരിക്കും, ജയിക്കുകയും ചെയ്യും. ശരി, എങ്കിൽ ഞങ്ങൾ ഇറങ്ങട്ടെ സാറേ. ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ശരി ദീപക്, കൺഗ്രാജുലേഷൻ. താങ്ക് യു. ചെറിയമ്മ, എന്താ രതിക മേഡം, എന്തുപറ്റി? എനിക്ക് പേടിയാവുന്നു രാജു. രാജു അച്ഛന്റെ കൂടെ ഇല്ലാത്ത അവസരം മുതലാക്കി അമ്മയും ദീപക്കും തമ്മിൽ നടത്തുന്ന ഗൂഢാലോചനയുടെ ഭാഗമാണോ ഈ കർഷകരുടെ അച്ഛനെതിരെയുള്ള കേസെന്ന് എനിക്ക് സംശയമുണ്ട്. രതിക മേഡത്തിന്റെ സംശയം ശരിയാണെന്ന് എനിക്ക് തോന്നുക. വർമ്മ സാറിനെ ഇങ്ങനെ പിന്നിൽ നിന്ന് കുത്താൻ മാത്രം ധൈര്യമുള്ള ആരും എതിർ പാർട്ടികളിലില്ല. വർമ്മ സാറിനെതിരെ വളരെ ചീപ്പായിട്ട് ഗെയിം കളിച്ച് അവസാനം പിടിയിലായാൽ പിന്നെ രാഷ്ട്രീയ ജീവിതം തന്നെ ഇല്ലാതാവുമെന്ന് വർമ്മ സാറിന്റെ ശത്രുക്കൾക്ക് നന്നായിട്ടറിയാം. നമ്മളിനിപ്പോ എന്ത് ചെയ്യും രാജു? അച്ഛനെ ചതിച്ച് അച്ഛന്റെ ലേബലിൽ മന്ത്രിസ്ഥാനത്ത് ദീപക് എത്തിയ പിന്നെ അവനെ പിടിച്ച കിട്ടില്ല.
അവനും അമ്മായിയും ചേർന്ന് ആ കുടുംബം ഇല്ലാതെയാക്കും. ഋതികമ്മ ഇങ്ങനെ പേടിക്കാതെ. എനിക്ക് പേടിയാ രാജു. എന്റെ അമ്മായിയുടെ ദീപക്കിന്റെ സ്വഭാവം രാജുവിന് നന്നായി അറിയാവുന്നതല്ലേ. ഇങ്ങനെ പോയാ എന്റെ അച്ഛന് എന്തെങ്കിലും ഒരു ചെയ്യും. ഒന്നും ചെയ്യാൻ മടിക്കാത്തവരാ അമ്മയും മകനും. മനസാക്ഷി ഇല്ലാത്തവര്. എല്ലാം എന്റെ തെറ്റ. രാജു അച്ഛന്റെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നു. ഋതിക മാഡം, വർമ്മ സാർ എന്നോടുള്ള ദേഷ്യത്തില് എന്നെ വെറുക്കുന്നുണ്ടാവാം. പക്ഷേ വർമ്മ സാറിന് ഒരു പ്രശ്നം വന്ന അത് പരിഹരിക്കേണ്ടത് എന്റെ ഉത്തരവാദിത്വം. എനിക്കും എന്റെ കുടുംബത്തിനും വേണ്ടി സാർ എന്തെല്ലാം ഉപകാരങ്ങൾ ചെയ്തിട്ടുണ്ട്. ഈ ഇലക്ഷന് വർമ്മ സാറിനെ വെട്ടിച്ച് സ്ഥാനാർത്ഥിയാകാമെന്ന ദീപകിന്റെ വ്യാമോഹം നടക്കില്ല. ഞാൻ നടത്തില്ല. പക്ഷെ എങ്ങനെ? അവനെ സ്ഥാനാർത്ഥിയാക്കാനുള്ള തീരുമാനം എടുത്തിരിക്കുന്നത് തന്നെ അച്ഛനാ. ഞാൻ രാഷ്ട്രീയം എന്താണെന്ന് അറിഞ്ഞതും പഠിച്ചതും വർമ്മ സാറിന്റെ കൂടെ നിന്ന. എന്താ വേണ്ടെന്ന് എനിക്കറിയാം. സ്വന്തം കുഴി ദീപക്ക് തന്നെ കുഴിച്ചിട്ടുണ്ട്. തൽക്കാലം ഇപ്പൊ വേണ്ടെന്ന് കരുതി ദീപക്കിന് വേണ്ടി ഞാൻ മാറ്റിവെച്ചൊരു പണിയുണ്ട്. അത് കൊടുക്കാനുള്ള സമയമായി. രാജു എന്തൊക്കെയാ പറയുന്നത്? ദീപക് കാരണം തനിക്ക് ലഭിക്കേണ്ട നീതിയും ന്യായവും നഷ്ടമായ ഒരു ജീവൻ ഇപ്പോ മറ്റൊരു ജീവനെ കൂടി ചുമന്ന് പുറം ലോകത്തെ ഭയന്ന് വീടിനുള്ളിൽ ജീവിക്കുന്നുണ്ട്. അവർക്ക് വേണ്ട നീതി ഞാൻ വാങ്ങിക്കൊടുക്കുന്നുള്ള വിശ്വാസം. അവൾക്ക് സംസാരിക്കാനുള്ള സമയമായി. ഇങ്ങനൊരു ദിവസത്തിന് വേണ്ടി അംബിക ഒരുപാട് കൊതിച്ചിട്ടുണ്ട്. നീ ഈ ധരിച്ചിരിക്കുന്നത് വെറും ഒരു വെള്ളമുണ്ടും വെള്ള ഷർട്ടും അല്ല. ഈ വേഷത്തിന്റെ ശക്തി അത് വളരെ വലുതാണ്. ഒരു തരത്തിൽ പറഞ്ഞ ചെങ്കോലും കിരീടവും അണിഞ്ഞ പഴയ രാജാക്കന്മാരുടെ പുതിയ വേഷം. നിനക്ക് ടെൻഷനുണ്ടോ? ചെറുതായിട്ട്. എന്തിന്? അമ്മാവന്റെ പാർട്ടിയില് ഞാൻ ഇതുവരെ ഒരു പാർട്ടി പ്രവർത്തകനായി പോലും പ്രവർത്തിച്ചിട്ടില്ല. പൊളിറ്റിക്സിനെ കുറിച്ച് എനിക്കൊന്നും അറിയില്ല അമ്മേ. നീയേ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ജനിച്ചവനല്ല, നേതാവാകാൻ ജനിച്ചവനാ. പിന്നെ രാഷ്ട്രീയത്തെക്കുറിച്ച് പാഠങ്ങൾ പഠിച്ച് പരീക്ഷ എഴുതാനല്ല നീ പോകുന്നത്. നേരെ രാഷ്ട്രീയത്തിന്റെ തലപ്പത്തിരിക്കാനാണ് നീ പടിയിറങ്ങുന്നത്. പിന്നെ നിന്നെ നിയന്ത്രിക്കാൻ എന്നും അമ്മ നിന്റെ കൂടെ ഉണ്ടാവും. നിന്റെ തോളോട് ചേർന്ന് നിൽക്കാൻ ശക്തരായ ആളുകളെയും അമ്മ നിനക്ക് തരും. ധൈര്യമായിട്ടിരിക്കും മോനെ. ശരി അമ്മേ. അമ്മ എന്നെ അനുഗ്രഹിക്കണം.
അനന്തരവൻ ദീപക് വർമ്മയാണ് സാറിന് പകരം മത്സരിക്കുന്നതെന്ന് പറയുന്നത് സത്യമാണോ സാർ? അതെ, എനിക്ക് നോമിനേഷൻ നൽകാനാവാത്തതിനാൽ എന്റെ അനന്തരവനാണ് എനിക്ക് പകരം ഇത്തവണ മത്സരിക്കുന്നത്. മറ്റൊരു പുതിയൊരാൾക്ക് അവസരം നൽകാതെ കുടുംബത്തിൽ നിന്ന് തന്നെ ഒരാളെ സ്ഥാനാർത്ഥിയായിട്ട് നിർത്തുന്നത് തികച്ചും സ്വാർത്ഥവും ഏകപക്ഷീയമായ തീരുമാനമല്ലേ? തീരുമാനം എടുത്തത് ഞാനല്ല, പാർട്ടിയാ. ഈ സ്ഥാനം ഉപയോഗിച്ച് വ്യക്തിപരമായ നേട്ടത്തിന് ഇന്ന് വരെ ഞാൻ ഒരു കാര്യവും ചെയ്തിട്ടില്ല എന്നാണ് എന്റെ വിശ്വാസം. അമ്മാവന്റെ പാത പിന്തുടർന്ന് ഒരു വലിയ മത്സരത്തിനായുള്ള പുറപ്പാടാണല്ലോ, അതിനെക്കുറിച്ച് രണ്ടു വാക്ക്. പാർട്ടിയിലെ നേതാക്കളുടെ തീരുമാനമാണിത്. എന്നെ പോലെ എങ്ങായ ഒരാളെ ഇത്രയും വലിയൊരു ഉത്തരവാദിത്വം വിശ്വസിച്ചേൽപ്പിച്ച ഗുരുക്കന്മാരോടുള്ള നന്ദി ഞാൻ ആദ്യം തന്നെ പറയുന്നു. അമ്മാവന്റെ ആശീർവാദത്തോടെ ഞാൻ എന്റെ രാഷ്ട്രീയ ജീവിതത്തിലേക്ക് കാലെടുത്ത് വെക്കുകയാണ്. ഈ നാട്ടിലെ നല്ലവരായ എല്ലാ ജനങ്ങളുടെയും പ്രാർത്ഥനയും അനുഗ്രഹവും എന്റെ ഒപ്പം ഉണ്ടാവുന്ന വിശ്വാസം എനിക്കുണ്ട്. എല്ലാവരോടും നന്ദി. എന്നെ ദീപക് സാറ് തീരെ പ്രതീക്ഷിച്ചില്ലല്ലേ? ഒരു പാവപ്പെട്ട പെണ്ണിനെ പ്രണയിച്ച് ഗർഭിണിയാക്കി അത് പുറത്താവെന്നറിഞ്ഞപ്പോ ഭീഷണിപ്പെടുത്തി അവളെ നാട് കടത്തിയപ്പോ ഇങ്ങനെ നാട് ഭരിക്കാൻ കച്ചുകെട്ടി ഇറങ്ങുന്ന ദിവസം തന്നെ അവള് മുന്നിൽ വന്ന് നിൽക്കുമെന്ന് തീരെ പ്രതീക്ഷിച്ചില്ലല്ലേ? ദീപക്, എന്താ ഇത്? എനിക്കറിയില്ല അമ്മാവ, ഇവൾക്ക് ഭ്രാന്താ. ഹോ, എളുപ്പമായല്ലോ. അതെ, നീ പറഞ്ഞത് ശരിയാ. നീ പറഞ്ഞതൊക്കെ വിശ്വസിച്ച് നിന്റെ വാക്കുകളിൽ മയങ്ങി നിന്റെ കുഞ്ഞിനെ വയറ്റി ചുമക്കുന്ന ഞാനേ ഭ്രാന്തി തന്നെയാ. ദിവ്യ, നീ വെറുതെ അനാവശ്യം പറയരുത്. നിങ്ങളാരും ഇവള് പറയുന്നത് വിശ്വസിക്കരുത്. ഇവള് പറയുന്ന മുഴുവൻ നുണയാ. ദീപക് സാറേ, ഒരു DNA ടെസ്റ്റിന് ഞാൻ തയ്യാറാ. എന്റെ വയറ്റി വളരുന്ന കുഞ്ഞിന്റെ അച്ഛൻ ഈ ദീപക് അല്ലെന്ന് തെളിഞ്ഞ നിങ്ങളുടെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് ഞാൻ പറയുന്നു, ദീപക് വിധിക്കുന്ന ഏത് ശിക്ഷയും സ്വീകരിക്കാൻ ഞാൻ തയ്യാറാണ്. മറിച്ച് എന്റെ കുഞ്ഞിന്റെ അച്ഛൻ ദീപക് ആണെന്ന് തെളിഞ്ഞ എന്നെ ഭാര്യയെ അംഗീകരിക്കാൻ ദീപക് തയ്യാറാവോ? ദീപകേ, വളരെ ഗുരുതരമായ ഒരു ആരോപണമാണ് ഈ പെൺകുട്ടി ദീപക് വർമ്മയുടെ പേരിൽ ആരോപിച്ചിരിക്കുന്നത്. ഒന്നിനു പുറകെ ഒന്നായി വന്നുകൊണ്ടിരിക്കുന്ന ആരോപണങ്ങളിൽ എന്താണ് വർമ്മ സാറിന് പറയാനുള്ളത്? ആദ്യം എനിക്ക് നേരെ. ഞാൻ മത്സരിക്കില്ലെന്ന് ഉറപ്പിച്ചപ്പോ എന്റെ അനന്തരവനെതിരെ, അതായത് അടുത്ത സ്ഥാനാർത്ഥിക്കെതിരായി ഗുരുതരമായ ആരോപണവുമായി ഞങ്ങളുടെ വീട്ടിൽ ജോലി ചെയ്യുന്ന സെർവന്റ് പ്രത്യക്ഷപ്പെടുന്നു. ഇത് എതിർ കക്ഷികൾ മനഃപൂർവ്വം കെട്ടിച്ചമയ്ക്കുന്ന നുണയാണ്. അതെ, ഇവള് പറയുന്ന മൊത്തം നുണകളാ. നുണയാണോ സത്യമാണോ എന്ന് DNA റിസൾട്ട് വരുമ്പോ അറിയാലോ.
ശ്ശേ. എല്ലാം അവസാനിച്ചു. എന്റെ രാഷ്ട്രീയ ഭാവി ദിവ്യ ഇറക്കി നശിപ്പിച്ചു. അവളെ ഭീഷണിപ്പെടുത്തി ഇവിടെ ഇറക്കി വിട്ടതല്ലേ അമ്മേ. ഇനി ഒരിക്കലും തിരിച്ചവള് വരില്ലെന്ന് കരുതി സമാധാനിച്ചവനാ ഞാൻ. ദേ എന്നെ കൊണ്ട് നീ ഒന്നും പറയിപ്പിക്കരുത്. ടാ, ബോംബെയിൽ നിനക്ക് എത്ര ഗേൾ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നടാ? അവരോടൊക്കെ കറങ്ങി നടന്ന് മതിയാവഞ്ഞിട്ടാ നീ ആ വേലക്കാരി. ഛേ. എടാ, ഇപ്പൊ നിനക്ക് മനസ്സിലായോ ദീപക്കെ ചെയ്യുന്ന തെറ്റുകളൊക്കെ ബാലനായി മുന്നിൽ വന്ന് നിൽക്കുമെന്ന്? നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ നടക്കുന്ന മുഹൂർത്തത്തിലായിരിക്കും ശത്രുക്കൾ കൂടുതൽ ശക്തരാവുന്നത്. എനിക്കുറപ്പാ അവളെ എനിക്കെതിരെ ഇറക്കിയ ഗെയിമിന്റെ പിന്നിൽ അവളുടെ അവന്റെയും ബുദ്ധിയാ. ആ ഋതികയുടെ രാജുവിന്റെ